അന്നലിയൻ കാല കാല റസൂലുള്ളാഹി. ഇന്നിപ്പോ നമ്മളെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്, ഇതാക്കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയായാൽ അതിരാവിലെ തന്നെ ശൈത്താൻ അവന്റെ കൊടികളെയും കൊണ്ട് ഓടും മിനൽ അസ്വാഖി, അങ്ങാടികളിലേക്ക്. മനസ്സിലായില്ല? ശൈത്താൻ കൊടിയും കെട്ടി ഓടും ശൈത്താൻ അങ്ങാടിക്ക്. എന്നിട്ട് ഫയർമൂനന്നാസ ബിത്തറാബീസി വഅവിർറബായിസി വയുദക്കിറൂനഹുമുൽ ഹജാത്ത്. അങ്ങാടിയിൽ വന്നുള്ള മനുഷ്യന്മാരെല്ലാം ചവിട്ടിലേക്ക് പുതിയ പുതിയ ആവശ്യങ്ങളും ശുഗലുകളൊക്കെ അങ്ങനെ ഇട്ടുകൊടുക്കും. എന്നിട്ട് വയുഹബ്ബിസൂനഹും, മനുഷ്യന്മാരെ അങ്ങാടിയിലും ബഹളത്തിലും ഈ ആവശ്യത്തിലൊക്കെ അങ്ങനെ പിടിച്ചു നിർത്തും എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തുകൊണ്ട് മനുഷ്യന്മാർ ജുമാക്ക് നേരത്തെ വന്നാൽ നന്നാവും, ശൈത്താനും സമ്മതിക്കൂല. ഖൈറുൽ ബിലാദി മസാജിദുഹാ വശർറുൽ ബിലാദി അസ്വാഖുഹാ. ഒരു നാട്ടിൽ ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണ്, ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടിയുമാണ്. അങ്ങാടിന്റെ മാത്രം കേൾക്കണം. ഫീഹാ തുൻസബു റായാതു ശൈത്താൻ. പിശാചിന്റെ കൊടി നാട്ടുന്നത് അങ്ങാടിയിലാണ്. ഏതാണ് ആ കൊടി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഹദീസുണ്ട്. അതേതാന്ന് എനിക്കറിയില്ല, ഹദീസുണ്ട്. എന്റെ മോട്ടി പോക്കി ചൂടാണ്ട, ഹദീസ് സഹീഹാണ്, മുസ്ലിമിലുണ്ട് ഹദീസ്. അങ്ങാടിയിലാണ് ശൈത്താന്റെ കൊടി പൊങ്ങുന്നത്. സത്യത്തിൽ എല്ലാ കൊടിയും എവിടെ തന്നെയാണ് ഉള്ളതും, എല്ലാ കൊടിയും എവിടെ തന്നെയാണ് ഉള്ളത്? അങ്ങാടി തന്നെ. അതിന് മനസ്സിലാക്കേണ്ടത് ഏത് കൊടികളൊക്കെ അള്ളാഹുവിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്നുവോ ആ കൊടികളെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഖൈറുൽ ബിലാദി മസാജിദുഹാ വശർറുൽ ബിലാദി അസ്വാഖുഹാ വഫീഹാ തുൻസബു റായാതു ശൈത്താൻ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. എന്നിട്ടോ പള്ളിയിൽ പ്രവേശിക്ക. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി. പള്ളിയിൽ ചെല്ലുന്ന നേരത്തുള്ള ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് നല്ല നേരത്തെ പള്ളിയിൽ പ്രവേശിക്കുക. പള്ളിയിൽ പ്രവേശിച്ച് തഹിയ്യത്ത് നമസ്കരിക്കുക. തഹിയ്യത്തിന്റെ ഫضലൊക്കെ ധാരാളം, ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ആ വിഷയത്തിൽ നിന്ന് ചുരുക്കാം. എന്നിട്ട് അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കുക. ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നമസ്കാരത്തിന് ഒരാൾ കാത്തിരുന്നാൽ, തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ജുമുഅ വരെ കാത്തിരുന്നാൽ, അത് അവൻ മാദാമ ഫീ മുസല്ല, ആ മുസല്ലയിലാകുന്ന കാലം അത്രയും അവൻ നമസ്കാരത്തിലാണ്. ഖാല റസൂലുള്ളാഹി, നമസ്കാരത്തിൽ തന്നെയാണ് എന്ന്. അവനാണ് അഫ്ളൽ മിനല്ലദീ യുസല്ലി സുമ്മ യറൂഹു ഇലാ അലീൻ. അതിരാവിലെ പള്ളിയിൽ പോയി ഇറങ്ങിപ്പോകാൻ പാടില്ല, പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടുക, അവിടെ തന്നെ അങ്ങോട്ട് പരമാവധി ഖുർആൻ ഓതുക, പരമാവധി സ്വലാത്തിനെ പെരുപ്പിക്കുക, പരമാവധി ദുആ ഇസ്തിഗ്ഫാറിനെ പെരുപ്പിക്കുക. എന്ത് ചെയ്യരുത്? അതിരാവിലെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞാൽ പള്ളിയിലിരുന്ന് വർത്തമാനം പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം. പള്ളിയിലൊക്കെ അതിരാവിലെ പോവും, പക്ഷേ ബാക്കി ആ ഉള്ള നേരം കൊണ്ട് വർത്തമാനം പറയും, അത് ഒഴിവാക്കുക. ഹബീബായ നബി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ നബി പറയുന്നുണ്ട്, ഇനി മനുഷ്യർക്കൊരു കാലഘട്ടം വരും, യകൂന ഹദീസുഹും ഫീ മസാജിദിഹിം ഫീ അംരി ദുനിയാവും. മിക്കവാറും നേരത്തെ അവർ പള്ളിയിലിരുന്ന് ദുന്യവ്യായ കാര്യങ്ങൾ വർത്താനം പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഫലൈസ ലില്ലാഹി ഇലൈഹിം ഹാജ, അല്ലാഹുവിന് അവരിലേക്ക് ഒരു ആവശ്യവുമേ ഇല്ല. ഫലാ തുജാലിസു, പള്ളിയിലിരുന്ന് വർത്താനം പറയുന്ന ആളുകളെ കണ്ടാൽ അവരെ കൂട്ടത്തിൽ ഇരിക്കരുതേ. ഖാല റസൂലുള്ളാഹി, പള്ളിയിലിരുന്ന് വർത്താനം പറയാൻ പാടില്ല. പള്ളിയിൽ പോയി നേരത്തെ തന്നെ, പക്ഷേ വർത്തമാനത്തിന് വേണ്ടി ആ സമയം ചെലവാക്കാൻ പാടില്ല. ഒന്ന്. അതേപോലെ തന്നെ വഅലൈഹി സക്കീന, പരമാവധി ശാന്തമായി പെരുമാറേണ്ടതാണ്. വലം യതഖത്ത അഹദ, ഒരാളെയും പെരടി ചവിട്ടി കിടക്കാൻ പാടില്ല. വലം യുദിഹി, ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. സുമ്മ റകഅ മാ ഖലാലഹു, പിന്നെ കഴിയുന്നത്ര നിസ്കരിക്കുക. സുമ്മന്തളറ, പിന്നെ കാത്തിരിക്കുക. ഇമാമിന്റെ ഖുത്ബ വരെ, ജുമുഅ വരെ കാത്തിരിക്കുക. ഇതവന്റെ കടമയും കർത്തവ്യവുമാണ്. സമാധാനത്തിൽ പെരുമാറണമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി
കേട്ടോളൂ ഒരു ഹദീസ്, ഗൗരവത്തിന് ഒരു ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്നദ് അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഹബീബായ നബി ഖുത്ബ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു. ഇത് റഅ റജുലൻ യതഖത്താ റിഖാബൻ നാസ്, തോള് കൂടെ ചവിട്ടിയിട്ട് ഇങ്ങനെ കേറി വരുന്ന ഒരാളെ കണ്ടു. ഹത്താ തഖദ്ദമ ഫജലസ, ഒരു സ്ഥലത്ത് ഒന്നാൾ ഇരുന്നു. ഫലമാ ഖല നബിയു, നിസ്കാരം കഴിഞ്ഞപ്പോ ഹബീബായ നബി അറള റജുല, അയാളെ അന്വേഷിച്ചു. ഹത്താ ലഖിയോ, അവസാനം കണ്ടെത്തി. അപ്പോൾ ചോദിച്ചു, മാ യാ ഫുലാൻ അമ്മാ മനഅക അൻ തുസല്ലിയ മഅനാ, എന്റെ മനുഷ്യ ഞങ്ങളൊപ്പം നിസ്കരിക്കാഞ്ഞു എന്ന് ചോദിച്ചു. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ റസൂലുള്ള മിമ്പർ നിസ്കരിക്കുമ്പോൾ ഖുത്ബ ഓതുമ്പോൾ ഒരാള് ഇടയിൽ കൂടെ തോള് ചവിട്ടി കയറി നടക്കണം. ഇങ്ങനെ കയറി വരുന്നുണ്ട്. അയാളെ കണ്ടു. അവൻ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്റെ ഞങ്ങളൊപ്പം നിസ്കരിക്കാഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സൊല്ലൈതു തലം തെറഞ്ഞി അന സൊല്ലൈതു യാ റസൂലല്ലാഹ്, ഞങ്ങളൊപ്പം നിസ്കരിക്കണം, ഞാൻ അവിടെ വന്നിരിക്കണമൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ നബിയെ. കാല അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് എന്റെ ജുമയും നിസ്കാരമാണ്. ഒന്ന് നീ നേരം വൈപ്പിച്ചു, രണ്ട് ആദൈത്ത ജനങ്ങളെ നീ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാവുക. കാരണം ബുദ്ധിമുട്ടി അവസാനം വരുന്നവരാണ് പെരടി ചവിട്ടി കയറുക. രണ്ട് കാര്യം കൊണ്ട് നീ ചെയ്തു. അതായത് ഒന്ന് അതിരാവിലെ നീ വന്നില്ല, രണ്ട് വന്നവരെ നീ ബുദ്ധിമുട്ടാക്കി. അതുകൊണ്ട് ഇന്ന് നിനക്ക് നമസ്കാരമില്ല, ഇന്ന് നിനക്ക് ജുമ ഇല്ല. അതാ നീ എന്റെ നിസ്കരിക്കാഞ്ഞു ഞാൻ ചോദിച്ചതാണ്. എന്താ ഇതൊക്കെ നിയമാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ശ്രദ്ധിക്കണം. ചവിട്ടിക്കയറൽ മാത്രമല്ല, ഒരു നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളി അല്ലാത്തോർത്തും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത്. عن زيد بن خالد قال قال رسول الله صلى الله عليه وسلم لأن يقف 40 خير له من أن يمر بين يدي المصلين. ഒരാൾ 40 ദിവസം നിലനിൽക്കലാണ്, ഇങ്ങനെ നിൽക്കലാണ്. മിൻ ഖൈറുൽ ലഹു മിൻ അൻ യമറ ബൈന യദയിൽ മുസല്ലി, ഒരു നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കലിനേക്കാൾ നല്ലത് 40 ദിവസം ഇങ്ങനെ കാത്തുനിൽക്കലാണ് നല്ലത്. ഈ ഹദീസ് അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നിൽക്കുക, അങ്ങനെ പോവുക വരിക, അത് ശ്രദ്ധിക്കണം. മാത്രമല്ല നിസ്കരിക്കുന്നവരും ശ്രദ്ധിക്കണം. 3 മുഴത്തിനുള്ളിൽ ഒരു മറ അവന്റെ നമസ്കാരത്തിന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. ചില ആളുകളൊക്കെ കാണാം അങ്ങനെ. ഇന്നത്തെ പള്ളികൾക്ക് ഏകദേശം തൂണില്ലാത്തിരിക്കൽ തന്നെ പള്ളിയുടെ ഹുർമത്ത് നഷ്ടപ്പെടുത്തും. പള്ളിക്ക് തൂണ് വേണം. കാരണം മദീന പള്ളിയിലെ നിങ്ങൾ കണ്ടിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം റൗളയാണല്ലോ. റൗളയിലെ ആളെക്കാൾ കൂടുതലുള്ളത്. തൂൺ ഒഴിവാക്കി പരമാവധി സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ടത് അവിടെ അല്ലേ മനുഷ്യന്മാര്. കാരണം എന്തുകൊണ്ട്? അവിടുത്തെ ഒരു നിസ്കാരത്തിന്റെ കൂല്യത്തിന് അവിടെ നിസ്കരിച്ച സ്വർഗത്തിലല്ലേ നിസ്കരിച്ചത്. ഇവിടെയൊക്കെ എങ്ങനെ നിസ്കരിക്കുന്നവരെ ഒരു കാലം ഇവിടെയും ഒരു കാലം അവിടെയും വെച്ച് നിസ്കരിക്കുന്നവർക്കും സ്വന്തം കാല് വെച്ചോടെ തന്നെ സുജൂദ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാവുക അവിടെ പോകുമ്പോഴാണ്. എവിടെ കാല് വെച്ചത് അവിടെ തന്നെ സുജൂദ് ചെയ്യാം. അങ്ങനെ പോവുക. തെങ്ങനെ പേടിച്ചിട്ടുണ്ട് കവുങ്ങന് മാറിപ്പോകല് എന്ന് പറയും പോലെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് സുജൂദ് ചെയ്യാം. ഇങ്ങനെ നിസ്കരിക്കും. അപ്പൊ ഈ തൂണ് ഒഴിവാക്കിയാലോ? എന്തേ ഒഴിവാക്കാഞ്ഞത്? പള്ളിക്ക് തൂണുണ്ടാകണം. പുതിയ പള്ളികളൊന്നും തൂണ് കാണുന്നില്ല. അതൊക്കെ ഹുർമത്ത് നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ആളുകൾക്ക് ഒരു 3 മുഴത്തിന്റെ ഉള്ളിൽ അവന് ഒരു മറ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വടിയെങ്കിലും നാട്ടിവെക്കണം, ഒരു വര വരക്കണം, ഒരു വടിയെങ്കിലും നാട്ടിവെക്കേണ്ടതാണ്. നിയമമാണ്. എന്തെങ്കിലും ഒന്ന് മുന്നിൽ വെക്കണം, വടി നാട്ടി വെക്കണം, എന്തെങ്കിലും വര വരക്കണം. അങ്ങനെയാണ് കുന്തമൂലം നിസ്കരിക്കാൻ പാടില്ല. ഒന്നുമില്ലാതെ മരുഭൂമി നിസ്കരിക്കുമ്പോൾ ഒരാൾ നിസ്കരിച്ചാൽ അവൻ ഈ നിയമം ബാധകമല്ല എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മറയൊന്നുമില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് അവന്റെ മുന്നിൽ കൂടെ മനസ്സിലാവുന്നില്ല. നടക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട. ആരാണെന്നൊക്കെ നിങ്ങൾ നിസ്കരിക്കുന്നത് നോക്കി നടക്കാൻ വേണ്ടി പറയല്ല. അങ്ങനെ നടന്നാലും അവന് ഹുർമത്ത് ഉണ്ടാവില്ല. 3 മുഴത്തിന്റെ ഉള്ളിൽ അവൻ എന്ത് വേണം? ഒരു മറ വേണം. എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ ആരെങ്കിലും നടന്നിട്ട് ഒരടി കൊടുത്തപ്പോൾ അപ്പോൾ ഒരൊറ്റ തട്ടാണ് കൊടുത്ത നിസ്കാരക്കാരൻ. ആ അടി കൊണ്ടത് അവന്റെ ഏതോ മർമ്മത്തിൽ. അയാൾ മരിച്ചാലും എന്തുണ്ടാവില്ല? ഖിസാസ് ഉണ്ടാവില്ല. കൊല്ലാൻ വേണ്ടി പറയല്ല, മനസ്സിലായില്ല? കൊല്ലാൻ വേണ്ടി പറയല്ല, ഖിസാസ് ഉണ്ടാവില്ല. കാരണം ശർഈയായ അടിയാണ്. കാരണം 40 ദിവസം ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരാൾക്ക് നിസ്കാരന്റെ മുന്നിലൂടെ നടക്കലിനേക്കാൾ ഖൈർ എന്ന് ഖാല റസൂലുള്ളാഹി. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അങ്ങനെയുള്ള
ആദാബുകൾ വളരെ ആദാബോടുകൂടെ, വളരെ ചിട്ടയോടെയും ആദാബോടുകൂടെയും അച്ചടക്കത്തോടെയും പള്ളിയിലിരിക്കണം. ഖുർആൻ ദിക്റിനെ പെരുപ്പിക്കുകയും വേണം. ഒന്നാം കാലക്കാരെ ജുമയോട് ഒപ്പിക്കാൻ വേറെ ചില ആദബുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അത് രാവിലെ പോകൽ മാത്രമല്ല, ഒന്നാം കാലക്കാരുടെ ആ ജുമയുടെ ആദബിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം 2 ബാങ്ക് കൊടുക്കുക. ആദാബിൽ അസ്ലാഫായ ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. ചിന്തിക്കണം. ജുമയും അതും ശ്രദ്ധിക്കേണ്ടതാണ്. ആരാ നടപ്പിലാക്കിയത്? ഇത് പറയാതെ നമ്മളെ വിഷയം പൂർത്തിയാവില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നത് അസ്ലാഫിന്റെ പ്രാധാന്യത്തിൽപ്പെട്ടതാണ്. അതിരാവിലെ പോകൽ മാത്രമല്ല. ആരാ നടപ്പിലാക്കിയത്? സയ്യിദ്നാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇന്നത്തെ രൂപത്തിൽ നടപ്പിലാക്കിയത്. നേരത്തെ ഒരു ഐലാൻ ഉണ്ട് എന്ന് ബുഖാരിയിലൊക്കെ പറയുന്നുമുണ്ട്. ഇന്നത്തെ രൂപത്തിൽ ആരാ? ഉസ്മാൻ. റഅയ്തു ഫീ ബാബിൽ ജന്ന മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ. ഉസ്മാനിന്റെ പേര് സ്വർഗ്ഗത്തിലെ വാതിലിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടുവെന്ന് ഖാല റസൂലുള്ളാഹി. അതാണ് സയ്യിദ്നാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു. ഖുർആൻ ഓതിയപ്പോഴാണ് മരിച്ചുപോയത്. ഖുർആൻ ഓതിയപ്പോൾ ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുമ്പോൾ മരിച്ചു പോകുമെന്ന്. ഖുർആൻ ഓതുമ്പോൾ ഒരു സംഘം നിന്നെ കൊലപ്പെടുത്തുമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തായിരിക്കും നീ ഓതുക എന്നും റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് ഓതുമ്പോഴെല്ലാം അപ്പുറപ്പുറം തിരിഞ്ഞു നോക്കുന്ന ഒരു പതിവ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടായിരുന്നു അത്ര. ആ ആയത്തിന്റെ അവിടെ എത്തുമ്പോഴാണ് നിങ്ങളെ കൊല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം കൊന്നത് ആ ആയത്തിന് അവിടെ എത്തിയപ്പോഴാണ്. റളിയല്ലാഹു അൻഹു. അതാണ് സയ്യിദ്നാ ഉസ്മാൻ. സയ്യിദ്നാ ഉസ്മാൻ മരിക്കുന്ന നേരത്തെ നോമ്പുകാരനായിരുന്നു. മുസ്തഫ റസൂലുള്ളാഹി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് ഭാര്യ കേട്ടു. റസൂലുള്ളാഹിന്റെ ശബ്ദമാണ് കേട്ടത്. ഹബീബായ നബിയുടെ ശബ്ദം കേട്ടു. ഇങ്ങോട്ട് പോരെ, ഞാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് നോമ്പ് തുറക്കാമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ മോന്തായത്തിൽ ഹബീബായ നബിയെ ഞങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നത് ഏതോ ഇന്ന് അന്തല്ലാത്തൊരാൾ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കണ്ട. ഏതോ ഒരു സംഘടനാ പ്രവർത്തകൻ പറഞ്ഞ് പക്ഷപാതിത്വം പറഞ്ഞാണ് വിചാരിക്കണ്ട. ആരാണ് ഇത്? അൽ ബിദായിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിള് ഇബ്നു കസീർ പോലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല, റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല, ഇത് വെറുതെ പറയുന്ന സദസ്സുമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ മോന്തായത്തിൽ വന്നിട്ട് ബിശാരത്ത് പറഞ്ഞ് മരിപ്പിച്ച ആളാണ് സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് 2ാം പങ്ക് നടപ്പിലാക്കിയത്. അത് മിൻ ആദാബിൽ മസാജിദാൻ. പള്ളിന്റെ ആദബ് പള്ളിയാണെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതാണ്. ജുമുഅ അല്ലാഹു തആല എല്ലാ മുസ്ലിമീങ്ങൾക്കും ഫർളാക്കിയിട്ടുണ്ട്. ഇല്ല അലാ അർബഅ, 4 വിഭാഗത്തിന് ജുമുഅ ഇല്ല. ഒന്നാമത്തത് അൽ മർആ, പെണ്ണിന് ജുമുഅ. പെണ്ണിന് ചില കാര്യങ്ങളൊക്കെ ചിട്ടയാണ്. അല്ലെങ്കിൽ പെണ്ണ് ചിട്ടയുടെ ആളാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. റമലടത്തം നടക്കണം, റമലടത്തം നടക്കണം. തവാഫ് ചെയ്യുന്നവരും സഈ ചെയ്യുന്നവരും ആര് ചെയ്യരുത്? പച്ചത്തൂണിന്റെ ഇടയിൽ സഈൽ പായണം. ആര്? ആണുങ്ങള്. പെണ്ണ് പായാൻ പാടില്ല. പെണ്ണ് പായണ്ടാ. പെണ്ണുങ്ങൾ നല്ലോണം പായുന്ന ആളുകൾ കേരളത്തിലുണ്ടല്ലോ. നല്ലോണം പായുന്ന പെണ്ണുങ്ങളെ നാട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. പിന്നെന്ത്? പെണ്ണിനെ ഒതുക്കാണ് അവരെ അസ്ല്. ആദ്യത്തെ ശേഷം സഈ വരുന്ന തവാഫുകളിൽ ആദ്യത്തെ 3 തൗഫത്തുകളിൽ റമല് സുന്നത്ത പായണം. ഇല്ല നിസാ, ആർക്കില്ല? പെണ്ണാക്കില്ല. ആണ് മരിച്ചാൽ പെണ്ണ് മരിച്ചാലും കഫൻ ചെയ്തിട്ട് പേക്കാക്കിയിട്ട് അവർ തരും. നമ്മൾ കൊണ്ടുപോകും. പെണ്ണിനില്ല. കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത് നമ്മളാണ്. അതിന്റെ മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒക്കെ നമ്മൾ തന്നെ. ഒക്കെ ആണുങ്ങളാ ചെയ്യുക. പെണ്ണിന് അവിടെ ഒന്നും സ്ഥാനമില്ല. അവിടെ ഒന്നും പെണ്ണിന് പ്രാധാന്യങ്ങളില്ല. പെണ്ണിന് അല്ലാഹു തആല വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. പെണ്ണിനോട് അല്ലാഹു തആല അടങ്ങിയിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പുണ്യനബി പറഞ്ഞത് ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന ഖാല റസൂലുള്ളാഹി.
പെണ്ണിന്റെ നമസ്കാരത്തിന് അവർക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം അവളെ വീട്ടിന്റെ അകത്തളമാണെന്ന് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. എന്ന് മാത്രമല്ല, പള്ളിയെ പറഞ്ഞിടത്ത് മുഴുവനും ഖുർആനാണിനെ പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല. ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വാ മിൻ അവ്വൽ യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു എന്ന വിശുദ്ധ ഖുർആൻ. അവിടെ അങ്ങനെ പറഞ്ഞത്. പിന്നെയോ എല്ലായിടത്തും അങ്ങനെ പറഞ്ഞത്. എല്ലായിടത്തും അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഫീ ബുയൂത്തിനാ ദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാലി റിജാലുൻ ലാ തുൽഹിഹിം തിജാറ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. നാം വിശദീകരിക്കുന്നില്ല. അപ്പോൾ പള്ളിയുടെ ആദാബ് അതും ഉൾപ്പെടുത്തേണ്ടതാണ്. മിൻ ലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഖറജത ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിന് സ്ഥിരമായി പോകുന്ന ഏർപ്പാട് ഏതെങ്കിലും ഒരു ഉമ്മഹാത്തിൽ മുഅ്മിനീൻ ഉണ്ടായതായി എനിക്കറിയൂല എന്ന് പറയുന്നത് ഏതോ പുസ്തകം വായിച്ചിട്ട് ബെഞ്ച് മറിഞ്ഞ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചാടിയവനല്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ചിന്തിക്കണം. അതെമ്പാടും മതിയാവും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ചിന്തിക്കണം. ആദാബ് വേറെയുണ്ട്. എന്താ ആദാബുണ്ട്? ഇമാമ് പാഞ്ഞു മെമ്പർമക്കണക്ക് അറിയാൻ പോലെ മാഷറ വിളിക്കണം. അത് വെള്ളിയാഴ്ച അദബിൽപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി ആരാ പറയുന്നത്? ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തി. അൻ ജരീറിൻ ഖാല ഖാലഹു റസൂലുള്ളാഹി ഫീ ഹജ്ജത്തിൽ വദാഇ അൻസിത്തിന്നാസ്. ഞാൻ ഖുത്ബക്ക് വരാണ്, ജനങ്ങളോടൊന്നും മിണ്ടാതിരിക്കാണ്. ജരീറിനോട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആളുകളോട് ബഹളം വെക്കരുത്, മിണ്ടാതിരിക്കാൻ. ഖുത്ബക്ക് വരുന്ന ഹബീബായ നബി നേരത്തെ ആളെ പറഞ്ഞയച്ചു എന്ന് മിനയിൽ വെച്ച് അങ്ങനെ ചെയ്തു. സ്വഹീഹുൽ ബുഖാരി. ഈ ഹദീസ് ലക്ഷ്യം പിടിച്ചിട്ട് ഫുഖാഹ് പറയുകയാണ്. ആരോ കേരളത്തിൽ ഇന്ന് പറഞ്ഞതല്ല. ഹാഫിൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ലോക പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥമായ തുഹ്ഫയിൽ പറയുകയാണ്, യുസ്തദല്ലു ലിദാലിക അയ്ളൻ ബി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കണ ഒരാളെ പറഞ്ഞയച്ചു. എന്നിട്ടോ ഖുത്ബ ഓതാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ആളെ പറഞ്ഞയച്ചു മിണ്ടാതിരിക്കുകയെന്ന്. ഒരാൾ വന്നിട്ട് പറയണം ഒന്ന് മിണ്ടാതിരിക്കുന്നു എന്ന് പറയണം. ഇത് മുക്രിയാളെ പരിപാടിയാണ്. മനസ്സിലായില്ല? ഇത് ചെയ്യേണ്ട ആള് ഇത് മുക്രി. മനസ്സിലാവണം നിങ്ങൾക്ക്. ഇത് ചെയ്യേണ്ടത് ആരാണ് ഇത് ചെയ്യുന്നത്? ഇതൊക്കെ വെറുതെ കാട്ടിക്കുട്ടി ഉണ്ടാക്കിയ അനാചാരം എന്നൊന്നും പറയണ്ട. നമുക്ക് വന്നു പോയത് ആചാരമൊക്കെ അനാചാരമൊക്കെ കൊണ്ടുപോയിട്ട് ആചാരമാക്കി. ഇത് തുഹ്ഫ മിൻഹാജിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ. അത് മാത്രല്ല, ഇമാം ഒരു വടി പിടിച്ചു നിൽക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒന്നിരിക്കൽ ഒരു കൗസ്, ഒരു വില്ല്, റസൂലുള്ളാഹി മിക്കവാറും വില്ല് അല്ലെങ്കിൽ ആസ, വടി. യുദ്ധമുള്ള സാഹചര്യമാണെങ്കിൽ കൗസ് പറഞ്ഞ വില്ല്, ചിലപ്പോൾ സൈഫ്, വാള് അല്ലെങ്കിൽ വടി. നമ്മൾ രണ്ടിനും ജംഅ് ചെയ്തു. നമ്മൾ പിടിക്കണത് എന്താണ്? വടിയാണ്. പക്ഷെ അതിന്റെ കോലം വളാക്കി. അതിനാണ് മേശറ വാളുണ്ടായത്. സത്യത്തിൽ വാളൊന്നുമല്ല. എന്താണത്? പള്ളിൻ്റെ ഉള്ളിൽ വാളുണ്ടെന്നത് ആരും വരണ്ട. ഈച്ചനെ കൊല്ലാൻ വരെ പറ്റൂല. അത് പഴയ കാലത്ത് കൂടുതലായ ഒരു മരത്തിന്റെ കഷ്ണമാണത്. അത് 2 കോലം അങ്ങനെ ഉണ്ടാക്കിയതാ. അങ്ങനെയാണ് കാര്യം. ഹാക്കിമാ കാര്യം നടപ്പാക്കാൻ വേണ്ടി വരിക. അല്ലാതെ എല്ലാവരും കൂടെ തമാശ പറയാൻ വേണ്ടി വന്ന ആളൊന്നും അല്ല. റഹ്മത്തുല്ലിൽ ആലമീനൊക്കെ തന്നെ. പക്ഷെ കഴുത്തിന് വെട്ടേണ്ട സമയത്ത് വിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ ആവശ്യമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അമ്മായിയായി നിൽക്കുന്ന ആള് നല്ല റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന അർത്ഥം. അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പ്രസംഗം നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അൽ-ഹാക്കിം ബിൻ ഹസനിൻ ഖാല അഖംനൽ മദീന അയ്യാമൻ. ഒരുപാട് ദിവസം ഞങ്ങൾ മദീനയിൽ പാർത്തു. ഷഹിദ്നാ ഫീഹാൽ ജുമുഅ മഅ റസൂലില്ലാഹി ഫഖാമ മുത്തഖിയൻ അലാ അസൻ ഔ ഖൗസിൻ എന്ന് സ്വഹീഹ് ഇബ്നു ഹുസൈമ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വടിമേൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരി നിന്നിരുന്നു.
അതേപോലെ ജുംലത്തി ശുറൂത്തിൽ ഖുത്ബ അൽ ഇസ്മാഉ വൽ ഇസ്മാഉ, ജുമ നടക്കണമെങ്കിൽ നേരത്തെ ഖുത്ബ ഉണ്ടായിരിക്കണം. ഖുത്ബക്കും ചില നിബന്ധനകളുണ്ട്. ഖുത്ബയുടെ നിബന്ധനകൾ: 1 കേൾപ്പിക്കണം, 2 കേൾക്കുകയും വേണം. വൽ മുവാലാത്തു, 2 ഖുത്ബയും തുടർച്ചയായി ചെയ്യണം. പിന്നെ വസിത്റുൽ ഔറ, ഔറത്ത് മറക്കണം. വതഹാറത്തുൽ ഹദസി വൽ ഖുബ്സി, അശുദ്ധിയെ തൊട്ട് ഖതീബ് ശുദ്ധിയായിരിക്കണം. വകൗനുഹാ ബിൽ അറബിയ, അത് അറബി ഭാഷയിലായിരിക്കണം. എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചറിഞ്ഞാൽ പോരാ, ഇതെങ്കിലും വിളിച്ചറിഞ്ഞാൽ പോരാ. മുമ്പ് ഏതോ ഒരു അഹമ്മദ് എന്ന് പറഞ്ഞവര് ഖത്തീബ് മലയാളത്തിൽ ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് കയറിയ മിമ്പർമ കയറിയ ഒരു കഥ നാട്ടിക ഉസ്താദ് ഉണ്ടായ കാലത്ത് പറഞ്ഞിരുന്നു. റഹിമഹുല്ല, വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ഇങ്ങനെ ഖുത്ബക്ക് പ്രസംഗിക്കുന്ന ഒരാളെ കഥ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ഖത്തീബ് വെള്ളിയാഴ്ച മലയാളത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗിച്ച് വന്ന ഒരു കവിത പറയേണ്ട ഭാഗത്തെത്തിയപ്പോൾ കവിത കാണാതെ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഡയറി എടുത്ത് നോക്കി. അതുകൊണ്ടാണ് കവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് മറിച്ചിട്ട് കവിത എവിടെയെന്ന് എഴുതിയത് കാണാനില്ല. പിന്നെയും പറഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് കവി പറഞ്ഞത്. അങ്ങനെ പലവട്ടം പറഞ്ഞപ്പോൾ സദസ്സിലുള്ള ജുമയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞത്ര എന്നാ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഖത്തീബിന്റെ ബാപ്പ അപ്പുറത്തിരുന്നിരുന്നു. അയാൾ പറഞ്ഞത്രേ കവി അങ്ങനെ പറയാതെ എന്റെ അഹമ്മദ് അങ്ങനത്തെ ഒരു വാക്ക് പറയില്ല. നാട്ടിക ഉസ്താദിന്റെ തമാശ. പടച്ചോനെ, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. അല്ലാഹു തആല ആ മനുഷ്യനെ പുറത്തു കൊടുക്കട്ടെ. വേദി നിറച്ച മനുഷ്യനാണ്. അതിനൊരു വിടവ് നികത്താൻ കഴിഞ്ഞിട്ടില്ല. നികത്തപ്പെടാത്ത വിടവാണത്. ഭയങ്കര ഒരു മനുഷ്യനായിരുന്നു. അല്ലാഹു തആല ആ മനുഷ്യനെ പുറത്തു കൊടുക്കട്ടെ. തുല്യതല്ലാത്തൊരു മനുഷ്യനായിരുന്നു നാട്ടിക മുസ്ലിം. പിന്നീട് വന്ന ആളുകൾക്കിടയിൽ തുല്യത കാണിക്കാൻ കഴിയാത്ത ഒരാളാണ്. ചില ആളുകൾക്കാണ് തുല്യതല്ലാതെ അതിൽപ്പെട്ട ഒരാളാണ് ശംസുൽ ഉലമ റഹിമഹുല്ലാ. പിന്നീട് യുവാക്കളെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്, അവരൊക്കെ തുല്യതല്ലാത്ത ആളുകളാണ്. അള്ളാഹു ഇനിയും നമുക്ക് അങ്ങനത്തെ ആളുകളെ തരട്ടെ. അള്ളാഹു തരുന്ന ആളുകളെ തരട്ടെ. അതുകൊണ്ട് പറഞ്ഞു കൊണ്ടുവരുന്നത് അറബി ഭാഷയിൽ തന്നെ അത് ചെയ്യണം. നമുക്ക് ചിന്തിക്കണം. റഷീദുള്ളവരെ തന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യഖ്സാലൂന യഖറഊനൽ ഖുർആന വഅദ്കാറ സ്വലാത്തി വൽ ഹജ്ജ് വഗൈരിഹാ ബിൽ അറബിയ്യ വകദാലിക ഖുത്ബത്തുൽ ജുമുഅ. ലോകം മുഴുവൻ ഖുത്ബ ഓതിയിരുന്നത് അറബി ഭാഷയിലായിരുന്നു. ഇല്ലാ മാ ശദ്ദത് ബിഹിൽ ഹുകൂമത്തുൽ കമാലിയത്തു തുർക്കിയ. ലോകത്തെ ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയത് മുസ്തഫ അതാതുർക്കാണ്. അയാളാകട്ടെ തമ്മാടിയായ ഭരണാധികാരിയായിരുന്നു. മാത്രല്ല, എന്തിനാ പറയേണ്ടത്, എന്തിനാ പറയുന്നത്? ഹബീബായ നബി പറഞ്ഞു, തുർക്കികൾ യഹൂദികളെ കൂടെ ചേരുന്നവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. തുർക്കികൾ യഹൂദികളുടെ കൂടെയാകലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. തുടങ്ങി അവിടെ അല്ലേ? തുർക്കികൾ പകുതി 3/4 ഭാഗം അവരെ കൂടെ. അപ്പോ 3/4 ഭാഗം എന്ന് പറയണ്ട, ഒക്കെന്ന് പറയാം. തുർക്കിയിൽ ഇപ്പൊ അടുത്ത ഒരാൾ വാദിച്ചു ഖുർആനിൽ നിന്നൊരു ആയത്ത് എടുത്തു കളയണം. ഏതായത്ത്? ഇസ്ലാം. ഇത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ആയത്തെടുത്ത് കളയണം. ശരിയായ മതം ഇസ്ലാമാണെന്നുള്ള ആ ആയത്തെടുത്ത് കളയണം. തുർക്കിയാണ് വാദിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഹബീബായ നബി പറഞ്ഞു, തുർക്കിക്ക് ചൂണ്ടിയിട്ട് പുണ്യ നബി പറഞ്ഞു, അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ, അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ. അവിടെ നിന്നാണ് ഫിത്ന വരിക എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. عن أبي هريرة قال رسول الله إن في الجمعة لساعة لا يوافقها عبد مسلم وهو قائم يصلي يسأل الله شيئا إلا أعطاه. വെള്ളിയാഴ്ച ഒരു നേരമുണ്ട്, നിസ്കരിക്കുന്ന ആൾ നിസ്കാരത്തിലായി കൊണ്ട് ആ സമയത്ത് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരുമെന്ന് ഖാല റസൂലുള്ളാഹി. ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഒരു ദിവസം, ഒരു സമയം വെള്ളിയാഴ്ചയുണ്ട്. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതാ. നിസ്കാരത്തിലാകുമ്പോൾ ചോദിക്കണം, അപ്പോഴേ ആ സമയം കിട്ടുള്ളൂ. ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ നിസ്കാരത്തിലാവണമെങ്കിലോ അത് ബുദ്ധിമുട്ടല്ലേ? അതിനുള്ള മറുപടിയാ. ഒരാള് നിസ്കാരത്തിലായിരിക്കും, നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന ആൾ നിസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട അഭിപ്രായം 2 സ്ഥലമാണ്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, 10-60 അഭിപ്രായങ്ങളുണ്ട്. ഏത് നേരത്തെ ഈ നേരം ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ബാങ്ക് കൊടുത്തത് മുതൽ ഏത് ബാങ്ക്
ഏത് ബാങ്ക്? ഇലാനിന്റെ ബാങ്കല്ല, വഖത്തിന്റെ ഇലാന്റെ ബാങ്കല്ല. ഏത് ബാങ്ക്? ഇമാം മിമ്പറിൽ മനസ്സിലായില്ലേ? വഖത്തിന്റെ ബാങ്ക് നേരത്തെ കൊടുക്കും, അതല്ല. ഇമാം മിമ്പറിൽ ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ആ ബാങ്ക് മുതൽ നിസ്കാരം കഴിഞ്ഞ് പിരിയുന്നതിനിടയിലുള്ള നേരാണ് പ്രധാനപ്പെട്ട ഒരഭിപ്രായം. അതിന്റെ ഇടയിലുള്ള നേരം പിന്നെ ഹുത്തുബന്റെ നേര. ഹുത്തുബയിൽ ഇരിക്കുന്ന ആൾ ഒന്ന് ഇബാദത്തിലാണ്, രണ്ടയാൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാ. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ നിസ്കാരത്തിലാവുന്നു. മനസ്സിലായില്ല? ഒന്ന് അതാണ് നേരം. രണ്ടാമത്തെ അഭിപ്രായം അസ്ർ മുതൽ മഗ്രിബ് വരെ ഉള്ള നേരാണ്. പക്ഷേ അയാൾ അസ്ർ മുതൽ മഗ്രിബ് വരെ ദാക്കിറോ ഖാരിഓ ആയിരിക്കണം. എന്നിട്ട് അയാളുടെ പ്രതീക്ഷ ഉണ്ടാകണം. പള്ളിയിലായവൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, പള്ളിയിലായവർ പള്ളി കൂടണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ സമയമുണ്ട്. അസറിന്റെ ശേഷം തമാശകളിൽ ഏർപ്പെടാതിരിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളിയാഴ്ച അസറിന്റെ ശേഷം തമാശകളിലോ മറ്റോ കൂടാതിരിക്കുക. അങ്ങനത്തെ തമാശ മറ്റു കാര്യങ്ങളിലൊന്നും കൂടരുത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. എന്നിട്ടോ ദിക്റാവുക, അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേരം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സമയം. ഇതിന് പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, ഞാൻ ചോദിച്ചു നബിയോട്, ഏതാ നബി ആ സമയം? അപ്പോൾ പറഞ്ഞു, ഹിയ ആഖിറു സഅത്തിൻ മിനൻ നഹാരി, പകലിന്റെ അവസാന നേരമായിരിക്കും. ഏതുപോലെ? റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷ. ഇതൊക്കെ പ്രതീക്ഷയായിട്ട് ഉറപ്പല്ല. റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷ അവസാനത്തെ 10-ലാണല്ലോ എന്നതുപോലെ വെള്ളിയാഴ്ചന്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം പ്രതീക്ഷ അസ്ർ മുതൽ മഗ്രിബ് വരെ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, ഈ സ്വഹാബി പറയാ, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ ലൈസത്തെ സഅത സ്വലാത്തിൻ, അസറിന്റെ ശേഷം നിസ്കാരമല്ലോ നബിയെ, നിസ്കാരത്തിലാവുമ്പോ കിട്ടും എന്നല്ലേ പറഞ്ഞത്? ഫഖാല, ഹബീബാ നബി പറഞ്ഞു, ബല, നിസ്കാരമല്ല, ശരി തന്നെ. പക്ഷേ ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ സ്വല്ല, ഒരാൾ നിസ്കരിക്കുകയും വജലസ എന്നിട്ട് ഇരിക്കുകയും ചെയ്തു. എന്തിനായിരിക്കുന്നതില്ല? യജ്ലിസു ഇല്ലാ ലിസ്സലാ, അടുത്ത നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഹുവ ഫിസ്സലാ, അവൻ നിസ്കാരത്തിലാണ്. ഇതിൽ നിന്ന് ലക്ഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്ർ ജമാഅത്തിന് വരുന്ന ആളുകൾ, വെള്ളിയാഴ്ച അസ്ർ ജമാഅത്തിന് വരുന്ന ആളുകൾ മഗ്രിബ് ജമാഅത്ത് കഴിയാതെ പുറത്തിറങ്ങാതിരിക്കലായിരിക്കും സഅത്തുൽ ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരം. കേട്ടോ, താബിഈങ്ങളിൽ പ്രഗൽഭനായ സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു, ഇദാ സ്വല്ലൽ അസ്റ, വെള്ളിയാഴ്ച അസ്ർ നിസ്കരിച്ചാൽ ലം യുകല്ലിമ അഹദാ, പിന്നെ ഒരാളോടും മിണ്ടാറേ ഇല്ല, ഹത്താ തഗ്റുബ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന്. ഇന്ന ഫിൽ ജുമുഅത്തി ലസഹ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ മുസ്നദിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ, ഇനി പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പറയാണ്. പ്രധാനപ്പെട്ടതാ. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. വെള്ളിയാഴ്ച ജുമുഅ കഴിയാതെ പെണ്ണുങ്ങൾ ളുഹ്ർ നിസ്കരിക്കരുത് എന്നൊരു അന്ധവിശ്വാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അന്ധവിശ്വാസമാണ്, തെറ്റാണ്. ഇല്ലേ? അങ്ങനത്തെ ഒരു വിശ്വാസം ചില നാടുകളിൽ നിലനിൽക്കുന്നതായി കേൾക്കുന്നുണ്ട്. ജുമുഅ കഴിഞ്ഞ് പിരിയാതെ പെണ്ണുങ്ങൾ വരെ ളുഹ്ർ നിസ്കരിക്കാൻ പാടില്ല, തെറ്റാണ്. എന്തുകൊണ്ട്? ഉദ്റുള്ളവരുടെ ഉദ്ർ നീങ്ങുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് ജുമുഅ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടതാണ്. പക്ഷേ പെണ്ണിന്റെ ഉദ്ർ നീങ്ങുകയില്ല. പെണ്ണിന്റെ ഉദ്ർ എന്തെന്നെയാണ്? പെണ്ണാകുക എന്നുള്ളതാ പെണ്ണിന്റെ ഉദ്ർ. മനസ്സിലായില്ല? പെണ്ണിന്റെ ഉദ്ർ എന്തെന്നെയാണ്? പെണ്ണിന്റെ ഉദ്ർ പെണ്ണാകലാണ്. അതൊരു മിനിറ്റ് കൊണ്ടൊന്നും മാറൂല. വല്ല ഓപ്പറേഷൻ ആണെങ്കിലും അതിന് വേണ്ട നേരം. ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും പെണ്ണാവുക എന്നുള്ളത് നീങ്ങി കിട്ടൂല. അപ്പൊ പെണ്ണിന്റെ ഉദ്ർ പെണ്ണാവല, അതൊരു അന്ധവിശ്വാസമാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വിരിഞ്ഞ ആളുകൾ പോകാതെ ളുഹ്ർ നിസ്കരിക്കാൻ പാടില്ല. ഇതില്ലേ? ചില നാടുകളിലൊക്കെ ഉണ്ടല്ലോ. ഇല്ലേ? അത് അന്ധവിശ്വാസാണ്. എന്നാൽ രോഗികൾ ആയ ആളുകൾ, അവരെ രോഗ ശമന പ്രതീക്ഷയും ഉണ്ട്. അല്ലാതെ എന്തല്ല, മറ്റേ കട്ടിൽ കിടന്ന് വെള്ളം കൊടുക്കുന്ന വാപ്പയല്ല. ആ വാപ്പാക്ക് എപ്പോഴും നിസ്കരിക്കാം. കാരണം ഇനി വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇല്ല. എന്നാൽ രോഗാണ്, എന്നാൽ ഭയങ്കര ശക്തിയായി പനിക്കുന്നുണ്ട്, രോഗാണ്, പുറത്തു ഇറങ്ങാൻ കഴിയില്ല എങ്കിലും ഒരു പക്ഷേ പെട്ടെന്ന് അല്ലാഹു തആല ശിഫാ തരാലോ. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജുമുഅ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞവരെ പിന്തിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലാത്തവർക്ക്, പെണ്ണുങ്ങൾക്ക് അവരുടെ
ആദ്യത്തെ വഖത്താണ് അയ്യുൽ ജിഹാദി അഫ്ളലു, ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നേരത്തെ നിസ്കരിക്കലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി ചില ആദാബുകൾ ചിട്ടകൾ ഞാൻ പറയാം പെട്ടെന്ന്. മൻ ഖറഅ അഖബ സലാമിഹി മിനൽ ജുമുഅ, ജുമുഅ കഴിഞ്ഞിട്ട് ഒരാൾ ചെല്ലിയാൽ ഖബല അൻ യുസ്നിയ റിജ്ലൈ, കാല് മടക്കി അവിടുന്ന് പോണതിന് മുമ്പ് ചെല്ലിയാൽ അൽ ഫാത്തിഹ വൽ ഇഖ്ലാസ് വൽ മുഅവ്വിറതൈനി സബ്അൻ സബ്ആ ചെല്ലിയാൽ. ആരാ പറഞ്ഞത്? ഏതോ ആരോ പറഞ്ഞതല്ല, മൊല്ലാക്കയാണ് സബ്ആൻ സബ്ആൻ പറഞ്ഞെങ്കിലും ഇത് മൊല്ലാക്ക പറഞ്ഞല്ല, മുഹമ്മദ് നബിയുടെ ദീനാൻ. ഇതൊക്കെ ഇവിടെ നശിപ്പിച്ചു. പിന്നെ എങ്ങനെ ചിക്കൻ എല്ലാതിരിക്കും? ഇതൊക്കെ ഇവിടെ എല്ലാതെയാക്കി. ജുമുഅ കഴിഞ്ഞിരുന്നാൽ ഫാത്തിഹ സബ്ആൻ സബ്ആൻ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ പഴയ കാലത്ത്. ഇതല്ലേ വയസ്സായ ആൾ പരിപാടി കണ്ടിട്ടില്ലേ? ആ നന്മ നടപ്പിലാക്കും വേണം, നിലനിർത്തും വേണം. ഇത് എന്തിനാന്ന് പറഞ്ഞെന്നറിയോ? നിങ്ങളൊക്കെ കാലത്ത് നിലനിന്നാ പോരാ, ഇതിവിടെ നിലനിർത്തണം എന്ന് വസിയ്യത്ത് ചെയ്യണം. കമ്മിറ്റിയൊക്കെ മാറുമ്പോൾ പുതിയ ചെറുപ്പക്കാരെ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ പറയണം, നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല, ഇതുവരെ ഇന്ന് വരെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന വസിയ്യത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം. കാരണം പുതിയ ചെറുപ്പക്കാർക്ക് പരമാവധി ഫാസ്റ്റ് ഫുഡാണ്, അവർക്ക് പരമാവധി പെട്ടെന്ന് പറയണമെന്നാ ഉദ്ദേശം. നല്ലോണം മനസ്സിലാക്കി കേട്ടോ. ഇത് മൊല്ലാക്ക സബാൻ സബാൻ എന്ന് പറഞ്ഞാൽ മൊല്ലാക്ക പറഞ്ഞതല്ല, അത് ദീനാണ്, മനസ്സിലാക്കിക്കോ. മൻ ഖറഅ അഖബ സലാമിഹി മിനൽ ജുമുഅ ഖബല അൻ യുസ്നിഅ റിജ്ലൈഹി, കാല് മാറ്റി പോണതിന് മുമ്പ് അൽ ഫാത്തിഹ വൽ മുഅവ്വിറതൈനി സബ്അൻ സബ്ആ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കേട്ടോ, ഒരുപാട് ഫളലുണ്ട്. ഒന്ന്, അവന്റെ ദോഷം മുഴുവനും അതോടെ കുറുക്കും. എന്തൊക്കെ പറ ഫാത്തിഹ 7, ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഫലഖ് 7, നാസ് 7. പിന്നെ എല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ എണ്ണത്തിന് കൂലി കൊടുക്കുന്നതാണ്. പറഞ്ഞത് എവിടെയോ എഴുതിയത് വായിച്ചതല്ല, റഹ്മത്തുള്ള ലോക പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥം തുഹ്ഫ. ലോക പ്രശസ്ത മഹാസൂഫിയായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ പറയുന്നുണ്ട്, ഫൈറാ ഫറഗ മിനൽ ജുമുഅ ഖറഅൽ ഫാത്തിഹ 7 മററാത്തിൻ ഖബ്ല അൻ യതകല്ലമ. വേറൊരു വാക്ക് മിണ്ടുന്നതിന് മുമ്പ് 7 വട്ടം ഫാത്തിഹ. വഖുൽ ഹുവല്ലാഹു അഹദ് 7 വൽ മുഅവ്വിറതൈനി ഫലഖ നാസ് 7 സബ്ആ. അന്ന മൻ ഫഅലഹു, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഉസിമ മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ അർത്ഥം മരിക്കൂല എന്നല്ല, മരിച്ചാൽ ഈമാൻ കിട്ടും. മരിക്കാലോ, എന്നാ മരിക്കണതിന് പ്രശ്നം ഏതായാലും എന്തുണ്ടല്ലോ. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വർക വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മരിക്കുന്ന കാര്യം ഉറപ്പല്ലേ? മരിക്കണേ എന്താ പ്രശ്നം? മരിക്കലല്ല. അല്ലാഹു ദീർഘായുസ്സൊക്കെ തരട്ടെ, അല്ലാഹു ആഫിയത്തും തരട്ടെ. മരിക്കലല്ല വിഷയം. ആരെങ്കിലും ഈ പ്രവർത്തനം നടത്തിയാൽ ഉസിമ, അവനെ സംരക്ഷിക്കപ്പെടുന്നതാണ്. മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വകാന ഹിർസൻ ലഹു മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ള ഒരു കെട്ടായിരിക്കും അവൻ, ഒരു പിടുത്തം, ഒരു കാവൽ, പിശാചിനത്തുള്ള കാവൽ. ആ തടിയിലേക്ക് വല്ലാതെ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവൂല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നടപ്പിൽ വരുത്തിയ മഹല്ലുകളിൽ ദീനുണ്ടായിരുന്നു, ഐക്യണ്ടായിരുന്നു, മൂത്തവരോട് ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു കാര്യം നടത്തിയാൽ പറഞ്ഞാൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് മലപ്പുറം കത്തിയും കൊണ്ടാണ് ജനറൽ ബോഡിക്ക് വരുന്നത്. ആ അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. പഠിച്ചവനെ പേടി, ഇരിക്കട അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന അവസ്ഥ, ഒരു കാളിയരോടുള്ള ബഹുമാനം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെന്തേ ആദാവും ചിട്ടിയും പള്ളിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, ഇതെല്ലാവരും നടപ്പിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട. ഇനി എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു രീതി നടപ്പിലാക്കണില്ലെങ്കിൽ ആര് നടപ്പിലാക്കുക? വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തർക്കും നടപ്പിലാക്കാം. മനസ്സിലായില്ല? അവരെ പള്ളിയിൽ നടപ്പിലാക്കണില്ല. ഒരു പള്ളിയിൽ ഞാൻ ഒരിക്കൽ മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി, ഒരു പള്ളിയിൽ. ആ നാടിനെ പറ്റിയ ഗീബത്താവുന്ന രീതിയിൽ ഞാൻ പറയണില്ല, നാടിന്റെ പേര് പറയണില്ല, കേട്ടോളൂ. ഇതിൽ നിങ്ങൾക്ക് ഒരു ഇബ്രത്തുണ്ട്. ഞാനൊരു പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമൻ തിരിഞ്ഞിട്ട് ആണ് ദുആ ചെയ്തു. എനിക്കെന്നെ ഒരു ഇൻകാർ തോന്നി, എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തത്? ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, എന്തൊരു വലിയ ഫദ്ലുള്ള അമലാണത്. അത് ചെയ്തില്ല. ആളുകൾ തിരക്കിട്ട് പോകുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങാടിയിൽ ഒരു ജുമുഅ കൂടി, ഒരു മഗ്‌രിബിന് കൂടി. അന്നും ഇയാൾ ഇങ്ങനെ തന്നെ ചെയ്തു. എല്ലാവരും തിരക്കിട്ട് പോയി. പിന്നെ ഞാനൊരുക്ക മഗ്‌രിബിന് അവിടെ കൂടിയപ്പോൾ എനിക്ക് ബേജാറായി, ഇത് കണ്ടുപിടിക്കണമല്ലോ ഒന്നായി. അങ്ങനെ ഞാൻ
കണ്ടുപിടിച്ചു. സംഗതി എന്താണെന്നറിയോ? പള്ളി റോഡ് സൈഡിലാണ്. ഇതിന് നേരെ അപ്പുറത്ത് പഞ്ചായത്തിന്റെ ബസ് വെയിറ്റിംഗ് ഷെഡാണ്. അതിന്റെ ഇങ്ങേ ഭാഗത്ത് ബസ് വെയിറ്റിംഗ് ഷെഡും അങ്ങേ ഭാഗത്ത് പഞ്ചായത്തിന്റെ TV ആണ്. വാർത്തന്റെ സമയത്താണ് മഗ്‌രിബ് നിസ്കാരം. മനസ്സിലായില്ല. ഇത് നാട്ടുകാരും മൗലവിയും തമ്മിലൊരു അഡ്ജസ്റ്റാ. തിരിഞ്ഞില്ല. ചിന്തിക്കും. എന്റെ മലപ്പുറം ജില്ലയിൽ ഒരു അങ്ങാടി എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങാടി അതാണ്. ഞാനൊക്കെ ആളുകളെ വിളിച്ച് പറയുകയും ചെയ്തു. ചിന്തിക്കണം. ഉണ്ട് അങ്ങാടി ഉണ്ട് ഒരു അങ്ങാടി. ഇത് കണ്ടത് പറയാൻ കേട്ടോ, കണ്ടത് പറയാൻ. എന്തിനാ അള്ളാന്റെ ദീനിന്റെ സദസ്സിൽ വെറുതെ ഒരു വാക്ക് പറഞ്ഞത്? ആളുകൾ പാഞ്ഞു പോയിട്ട് അവിടെ നിൽക്കുക, പ്രാദേശിക വാർത്ത കേൾക്കാനേ. നിങ്ങൾ ചിന്തിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാദേശിക വാർത്ത കേട്ടോന്ന് തന്നെ സംശയമാണ്. എന്നെങ്കിലും വല്ല അത്രയും വലിയ ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. എന്നിട്ടിപ്പോൾ എനിക്ക് വല്ല കമ്മി എന്താ കമ്മി? നിങ്ങളെക്കാൾ വലിയ കമ്മിയൊക്കെ ഉണ്ടോ? ആലോചിക്ക്. എന്ത് കമ്മിയാ? അല്ല, വാർത്ത കേൾക്കേണ്ടതല്ല. വാർത്തയൊക്കെ നമുക്ക് അറിയാൻ അതിനൊക്കെ സൗകര്യങ്ങളും സമയം. എന്താണ് ആ നേരം? ആ നേരത്തെ പായ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇയാളെങ്ങാനും നല്ലൊരു സൂറത്ത് 2 റക്അത്തിൽ ഓതിയിരുന്നെങ്കിൽ അടുത്ത ആഴ്ച അയാൾക്ക് അവിടെ ജോലി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടെന്നറിയാം? അപ്പോഴത്തിന് എന്ത് കഴിയും? പ്രാദേശിക വാർത്ത അറിയാം, വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് അതിനെ ഒപ്പിച്ച് നിൽക്കുന്ന കുറെ കമ്മിറ്റികൾ ഉണ്ടാവും. അത് കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ വരും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ക്രിക്കറ്റ് പ്രേമികളും ഫുട്ബോൾ പ്രേമികളുമായ കുട്ടികള് കമ്മിറ്റിയായി ഇന്നുള്ള ഈ ഉമറാക്കൾ മരിച്ചു പോയാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജുമാന്റെ നേരം വരെ തെറ്റാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ പറയട്ടെ, മൗലികർക്കൊന്നും മറുപടി തരാനും കഴിയില്ല. നാളെ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പന്തുകളി ഉണ്ടെന്ന് വെക്കൂ. ഒരു മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ പന്തുകളിന്റെ ഭ്രാന്താണല്ലോ. ഒരു മണി മുതൽ 3 മണി വരെ ഏതെങ്കിലും ജനീവയിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഒരു കോപ്പ അമേരിക്ക അല്ലെങ്കിൽ കീപ്പ അമേരിക്ക എന്തോ നടക്കുന്നുണ്ട് നോക്കൂ. തലേ രാത്രി കമ്മിറ്റിക്കാരും ചെറുപ്പക്കാരും ഒന്നടങ്ങ് അങ്ങനെ വന്നിട്ട് കുരച്ചിട്ട് മൂല്യരത്ത് വരിക. മൂല്യരെ ജുമാന്റെ നേരം എപ്പോഴാണ് എന്ന് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ നല്ല സുഖമാണ്. ഏതാ ജുമാന്റെ നേരം എന്ന് ചോദിക്കാം. അപ്പൊ മൂല്യര് പറയും ജുമാന്റെ നേരം വഖത്തുൽ ളുഹ്രി ഫത്തുൽ മുഈനിലൊക്കെ ഉണ്ട്. ളുഹറിന്റെ നേരാണ്. ദുഹറിന്റെ നേരാണല്ലേ. അപ്പൊ 3 മണിക്കൊന്നും നഷ്ടപ്പെടില്ലല്ലോ. നമുക്ക് നാളെ നേരത്തിന് ജുമാ നടത്തിയാല് ജുമാക്ക് ആളുണ്ടാവില്ല. അപ്പൊ 3 മണിക്ക് ജുമാ ഖുത്ബ തുടങ്ങിയാലും 4 മണിയാകുമ്പോഴത്തിന് അസറിന്റെ വാങ്ങ് കൊടുക്കുമ്പോഴത്തിന് പിരിഞ്ഞു പോകാം. പൗത്തായി പോകൂല, കാര്യം നടക്കും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം ഇവിടെ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വരൂല നിങ്ങൾ വിചാരിക്കേ വേണ്ട, വരും. അല്ലെങ്കിൽ എനിക്കറിയാം ഒരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടെസ്റ്റ് ഉണ്ടായ സമയത്ത് പള്ളിയിൽ ആള് കുറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ദീനിനോടുള്ള ഒരു താല്പര്യം. എന്തിനാ അതൊക്കെ പറയുന്നത്? ഏതെങ്കിലും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളായ ആളുകൾ ആ സംഘടനകളുടെ പല പ്രകടനങ്ങളും പല പരിപാടികളും വെള്ളിയാഴ്ച കൊണ്ടുപോയി വെക്കും. അതിൽ അംഗങ്ങളായ ആളുകൾ ജുമാ നഷ്ടപ്പെടുത്തിയിട്ട് പ്രകടനത്തിന് പോകും. അനുഭവം ഞാൻ ഈ പറയും. ഇഷ്ടം പോലെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങൾ, അത്തരം ആളുകളൊക്കെ സംഘടനകൾ മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, ആര് ചെയ്യണില്ലെങ്കിലും വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ അവനവൻ നേരത്തെ തന്നെ അവനവൻ നേരിട്ട് ചെയ്യാം. എല്ലാം ചെയ്യാം. അതേപോലെ തന്നെ ജുമാ കഴിഞ്ഞാൽ സുന്നത്തായ വേറൊരു കാര്യം, അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. ഇത് ജുമാന്റെ ശേഷമുള്ള ദുആഇൽ അഫ്ളലാണ്. വ്യക്തിപരമായി തന്നെ ദുആ ചെയ്യണം. എല്ലാം അതിലുണ്ട്. അല്ലാഹുമ്മ യാ ഗനിയ്യു, മൊലാളിയേന്ന് വിളിക്കുക. മൊലാളിയേന്ന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? മൊലാളിയേന്ന് എന്തിനാ വിളിക്കുന്നത്? ഒന്നിനു വേണ്ടി തന്നെയാണ്. എന്റെ വിഷമം തീരാൻ തന്നെ. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക. കൂട്ടു പ്രാർത്ഥനയാണെങ്കിൽ എന്ത്? അഗ്നിന. വ്യക്തിപരമായി ഓരോരുത്തരും അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, എന്റെ ഒരു ദിവസത്തിന്റെ പ്രധാനം, ഞാനിതാ ജുമഅ പങ്കെടുത്തു, ഞാനിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാൻ, എനിക്ക് നീ ഹലാൽ എന്നെ നിറച്ചു തരണമേ, ഹറാമില്ലാതെ. അഗ്നിനി, മൊലാലിനോട് പറയാ, അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക. ഈ വരാവുന്ന ആഴ്ച ഉണ്ടല്ലോ, ആഴ്ചന്റെ എല്ലാ പണി ഞാൻ ഇവിടെ ചെയ്തു.
ഇനി ഈ ആഴ്ച എനിക്ക് ആരാധനയുടെ ആഴ്ചയാകണമേ, ദോഷത്തിന്റെ ആഴ്ച ആകരുത്. പിന്നെയോ നിന്റെ ഫضല് കൊണ്ട് നീ നിറച്ചു തരണമേ, നീ അല്ലാത്തവരോട് കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുതേ. വേറെ തന്നെ മുന്നിലേക്ക് കൈനീട്ടേണ്ട ഒരു ഗതികേട് എനിക്ക് വരരുത്, നിന്റെ ഫضല് നിറച്ചാണ്. എന്താ ദുആ ഒന്ന് പറയ്. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. ജുമാ കഴിഞ്ഞാൽ ഓരോരുത്തരും വ്യക്തിപരമായി ദുആ ചെയ്യേണ്ടതാണ്. ഈ അദ്കാറൊക്കെ ചൊല്ലിയിട്ട് ഈ ദുആ ചെയ്യുക. എല്ലാണ്ടതിൽ ഒന്നും കൂടെ പറയും. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുപോലെ ഒരാഴ്ചയിൽ സ്വതക്ക കൊടുക്കുന്നവർ ഏറ്റവും അഫ്ളൽ സ്വതക്ക കൊടുക്കൽ എന്നും കൊടുക്കാം, വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കുക. ഇന്നലി സ്വതക്കത്തി ഫീഹി മസിയത്തുൻ അലൈഹാ മിൻ സായിരിൽ അയ്യാം വസ്സദഖത്തു ഇലൈഹി ബിന്നിസ്ബത്തി ഇലാ സായിരിൽ അയ്യാമിൽ ഉസ്ബുഇ കസ്സദഖത്തി ഫീ ശഹ്രി റമളാൻ എന്ന്. വെള്ളിയാഴ്ച ഒരു മിസ്കീൻ ഒരാൾ വിശപ്പ് മാറ്റി കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ആരെങ്കിലും പള്ളിയിൽ വന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, പള്ളിയിൽ വന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക. നല്ലോണം ചിന്തിക്കണം. ഇന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ആളില്ല, അതാണെങ്കിൽ നമ്മളൊരു 10 രൂപ എടുത്തു കൊടുക്കും. ഒരു 10 രൂപ ആണെങ്കിൽ കൊടുക്കുക, അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുക. ഏറ്റവും വലിയ കാര്യം ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം ഖുർആൻ വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ ത്വആമിൽ മിസ്കീൻ. ഭക്ഷണം ഭക്ഷണം എന്നാ അവിടെയൊക്കെ പറഞ്ഞത്. അവിടെ എല്ലായിടത്തും ഭക്ഷണം എന്നാ പറഞ്ഞത്. യുഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് സുമ്മ യഖൂലു ഹീന യുസല്ലിമുൽ ഇമാം, ഇമാം സലാം വീട്ടിയിട്ട് ഇവൻ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലീ വതർഹമനി വതുആഫിയനി മിനൻ നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലീ വതർഹമനി വതുആഫിയനി മിനൻ നാർ. ഇങ്ങനെ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലീ വതർഹമനി വതുആഫിയനി മിനൻ നാർ. എന്നിട്ട് സുമ്മ ദഅ, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക വെള്ളിയാഴ്ച. എന്നിട്ട് ഈ ദിക്ർ ചൊല്ലുക. സുമ്മ ദുആ, പിന്നെ ദുആ ചെയ്താൽ ബിമാദ് ബദാലഹു, അവന്റെ ഏതാവശ്യം പറഞ്ഞാലും മുസ്തുജീബ, ഉടനെ ഉത്തരം കിട്ടുമെന്ന് ഈ യഹ്യയിൽ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഫല്ലഫ്ളു, ഏറ്റവും അഫ്ളൽ അൻ യർജിഅ ഇലാ ബൈതിഹി ദാകിറൻ ലില്ലാഹ്, കുതിര വിട്ടു പോരരുത്, ദിക്ർ ചൊല്ലി മടങ്ങിപ്പോരാ. മുഫക്കിറൻ ഫീ ആലായി, അള്ളാന്റെ മഹാകാര്യങ്ങളിൽ ചിന്തിക്കുക. ശാകിറൻ ലില്ലാഹ്, ഒരു ജുമഅക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന കാര്യത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കുക. പിന്നെ ഖായിഫൻ മിൻ തഖ്സീരിഹി, എന്തെങ്കിലും ഒരു വീഴ്ച എന്റെ അടുത്ത് പറ്റിയിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് പേടിച്ച് നടക്കുക. പിന്നെ മുറാഖിബൻ ലിഖൽബിഹി വലിസാനിഹി, സ്വന്തം ഹൃദയത്തെയും നാവിനെയും പരമാവധി സൂക്ഷിക്കുക. ഇലാ ഗുറൂബി ശംസി, അള്ളാന്റെ കാര്യങ്ങളല്ലാതെ അസ്തമയം വരെ ഒന്നും മനസ്സിൽ വരാതിരിക്കുക. എന്നാൽ അങ്ങനെ ഒരാൾ നടന്നാൽ ആ പ്രധാനപ്പെട്ട സമയം അവന് നഷ്ടപ്പെടുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശരി, ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മളെ നാട്ടില് ചില ബിദ്അത്തുകൾ ഉണ്ടാക്കി. ഒന്ന് ജുമഅക്ക് അവസാനം പോകണത്, പിന്നെ ജുമഅ കഴിഞ്ഞാൽ ഫൈദ
ജുമാ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മിനിറ്റ് ഇരിക്കാൻ പാടില്ല, ചാടണമെന്നാ. ഇതാ ആരാണ് ഈ നോണയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? അള്ളാന്റെ ഖുർആനുണ്ട്, ഓരാ തോന്നിയ നോണയാട് പറയന്നെ. വേനെ തോന്നിയോടൊക്കെ വിളിച്ചാണ് പറയുന്നത്. എവിടുന്നേ കിട്ടിയത്? ഇതുപോലെ രേഖയുണ്ടോ? ഇന്നലെ മിനിഞ്ഞാന്ന് ഈ ക്ലാസ് അവസാനിക്കുന്നത് വരെ എന്ത് റഹ്മത്തുള്ള പറഞ്ഞാലും അതെവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയും. അതെവിടെ ഉണ്ടെന്ന് വെച്ചാൽ പറയും, ഇല്ലാത്ത പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇൽമിനെ ആഫിയാക്കി തരട്ടെ. എന്തായാലും ആരെങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ അള്ളാന്റെ ഫള് തേടി ഇറങ്ങണം. എന്താ അതിന്റെ വായന? അന്നഹു അമാ അന്നഹു ലൈസ ബിത്വലബിദ് ദുനിയാ, ദുന്യാവ് തേടാൻ വേണ്ടിയല്ല പറഞ്ഞത്. വലാകിൻ ഇയാദത മരീളിൻ, രോഗി സന്ദർശനം. മനസ്സിലായില്ല? വസിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം. അതാണ് ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. അല്ലാഹുവിന്റെ ഫളൽ തേടി ഇറങ്ങാന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ജുമുഅ വരെ അതിന്റെ ശുഗലും പണിയാണ്. ജുമുഅ കഴിഞ്ഞാൽ രോഗി സന്ദർശനം. അതേപോലെ തന്നെ പിന്നെ ഇത്തിബാഉൽ ജനാസ, ഇത്തിബാഉൽ ജനാസ, ജനാസ പങ്കെടുക്കാൻ വേണ്ടി പോവുക. പിന്നെ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഇൽമ പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഫളല്. വബ്തഗു മിൻ ഫളില്ലാഹ് ഫളുല്ലാഹി അൽ ഇൽമു വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ ദുനിയാവിക്ക് രണ്ട് കാര്യമാണ് ഗൗരവമുള്ളത് പറഞ്ഞാൽ, ഒന്ന് അള്ളാന്റെ ഫളുലും ഒന്ന് അള്ളാന്റെ റഹ്മത്തും. ഫളുല്ലാഹി അൽ ഇൽമു, അള്ളാന്റെ ഫളല് ഇൽമാണ്. വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുള്ളാന്റെ വകയല്ല. ദുർറുൽ മൻസൂർ എടുത്ത് നോക്ക, ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു മിൻ ഫളില്ലാഹ് ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. അതേപോലെ വസിയാറത്തി അഖിൻ ഫില്ലാഹ്, ഒരു മുസ്ലിം സഹോദരനെ സന്ദർശിക്കാൻ പോവുക, വെറുതെ കാണാൻ പോവുക ഒരു മുസ്ലിമായ മനുഷ്യനെ. എന്നോട് ഒരാൾ മുക്കത്തുനിന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആന്ത്രോട്ടെന്ന് വരെ വാഴക്കാട്ടേക്ക് വന്നിരുന്നു കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയല്ല, കണ്ണിയത്ത് ഉസ്താദിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി. കുട്ടീനെ കെട്ടിക്കണ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല. ആന്ത്രോത്തുനിന്ന് വരിക, വാഴക്കാട്ടേക്ക് വരിക. മനുഷ്യന്മാരെ ഇന്നും ഞാനും നിങ്ങളും പറയണത് അവരെ പൊട്ടന്മാരുന്നു, നമ്മൾ ബുദ്ധിമാന്മാരുന്നു. അതിന് ഗുളിക കഴിഞ്ഞതാ, അവരാ മുഅ്മിനീങ്ങൾ, അവർ മുഅ്മിനീങ്ങളാ. ഇന്നിപ്പോ നമ്മൾ പറയണത് നമുക്ക് ഇഷ്ടം പോലെ വിവരം വിജ്ഞാനമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ വിവരമുള്ളവരും അവർ പൊട്ടന്മാരുമാണെന്നാണ്. ആന്ത്രോത്തുനിന്ന് വരിക, സത്യം നോക്കിയാൽ പൊട്ടത്തരം തന്നെ അല്ലത്. ആന്ത്രോത്ത് ദ്വീപിന്ന് വരിക, എവിടേക്ക്? വാഴക്കാട്ടുക്ക്. സ്വാലിയായ മനുഷ്യനോട് പറഞ്ഞ എന്തിന് അവിടെ ഈമാന്റെ വെളിച്ചമുള്ള മനുഷ്യനുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കും പോലെ ഭൂമിയിലെ 3 വീട് ആകാശച്ചാരികൾക്ക് പോലും വെളിച്ചം കൊടുക്കുന്നതാണ്. ഭൂമിയിലെ 3 വീട് ആകാശത്തുള്ളവർക്ക് പോലും വെളിച്ചുണ്ടാവും. 3 വീട്. ഏതാ 3 വീട്? ഒന്ന് ബൈത്തുല്ലാഹി, ഒന്ന് അള്ളാന്റെ വീടാണ്. ഒന്ന് ബൈത്തുൽ ആലിമി, പടച്ചോനെ പേടിക്കുന്ന ആലിമിന്റെ വീടാണ്. 3 ബൈത്തു ഹാഫിളിൽ ഖുർആൻ, മനുഷ്യന്മാരോട് തർക്കിക്കാൻ വേണ്ടിയും അഹങ്കരിക്കാൻ വേണ്ടിയും അല്ലാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയവന്റെ വീടാണ്. ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഇൽമിനെ ആഫിയാക്കി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിൻ ആരാണ്? വബ്തഗു മിൻ ഫളില്ലാഹി ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. അല്ലാഹു ആഫിയായ ഇൽമിനെ തരട്ടെ. ഇന്നല്ലാഹ അസ്സ വജല്ല. ഉപസംഹരിക്കുക, കേട്ടോളൂ ഒരു ഉപസംഹാരം. ഗസാലി ഇമാമിന്റെ വാക്ക് തന്നെ പറയാം. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരാളെ അല്ലാഹുക്ക് ഇഷ്ടമായാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളില, നല്ല നല്ല സമരങ്ങളിൽ അവനെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും. മനസ്സിലായില്ല? ഒരാളെ കൊണ്ട് അല്ലാഹു തആല ഒരാളെ കാര്യത്തിൽ അല്ലാഹു തആലക്ക് പറയും ഒരാളെ കാര്യത്തിൽ അല്ലാഹു തആലക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവനെ നല്ല നല്ല സമയങ്ങളിൽ അമൽ ചെയ്യിപ്പിച്ചിട്ട് അവന്റെ അവസാനം നന്മയും മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം നല്ലും അങ്ങനെ എല്ലാ അമലും അയാൾക്ക് കിട്ടും. ഒരാളോട് അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടായാൽ ഇസ്തഅമലഹു
ഫിൽ ഔഖാത്തിൽ ഫാളിലതി ബിസൈൽ അമാൽ. നല്ല നല്ല സമയങ്ങളിൽ മോശപ്പെട്ട പണികൾ ചെയ്യും. വെള്ളിയാഴ്ച മോശപ്പെട്ട, ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറയണ ഹറമിൽ ഇരുന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ ഒരു ചെറുപ്പക്കാരൻ ഖേദത്തിൽ പലവട്ടം എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച ഇരിക്ക, മസ്ജിദുൽ ഹറാമിൽ ഇരിക്ക. തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഒരാൾ എന്നോട് പറഞ്ഞ ഹജ്ജ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞ് വേദനയിൽ പറഞ്ഞതാ, മസ്ജിദുൽ ഹറാമിൽ രണ്ടാളുകൾ, രണ്ട് മലബാരികൾ മുസ്ലിമീങ്ങൾ രണ്ടാള് മസ്ജിദുൽ ഹറാമിലാണ് ഇരുന്നിട്ട് തർക്കം തുടങ്ങി. 10 മണി മുതൽ ജുമാ വരെ തർക്കിച്ചു. എന്താ വിഷയം? തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ്. മനുഷ്യന്മാരെ ഉളുപ്പ് എന്നുള്ള സാധനം നാട്ടിലുണ്ടോ? ഇതേതാ സ്ഥലം? അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല വിഷയം. ഇതേതാ സ്ഥലം? 1 ഹറം, 2 വെള്ളിയാഴ്ച, ഒരസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ എത്രയാ കൂലി? തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ് ദുന്യാവിലും 2 ഭൂമിക്ക് ഇറങ്ങിയാൽ പിന്നെ അറിയുന്ന കാര്യമല്ല. അതങ്ങനെ വർത്താനം പറയാം. മിനയിലിരുന്നിട്ട് ഗ്രൂപ്പ് വഴക്ക് നടത്തുക, മിനയിലിരുന്ന് അല്ലുണ്ടാക്കുക, വർത്താനം അങ്ങനെ പറയാം. മിനയിലിരുന്നാൽ സാലിഹ്യങ്ങൾ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും. അതാണ് മിന. ആ ജംറയിൽ എറിയ ബാക്കി നേരം ഖുർആൻ ഉണ്ടൂല, അമലാണ് സ്വീകരിക്കും. പക്ഷെ നേരല്ല, വക്കാണ് കൂടണം, വഴക്ക് തന്നെ. ഇത് തന്നെയാണ് ദോഷികളുടെ അടയാളം. ഇതാ മക്കത്ത ഒരാളെ അബ്ദിനെ പറ്റി അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടായാൽ അള്ളാഹു എന്ത് ചെയ്യുന്ന നല്ല നേരത്തൊക്കെ അവനെ കൊണ്ട് മോശം പറയിപ്പിക്കും, മോശം ചെയ്യിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തിന്? ആ വഖത്തിന്റെ ബറക്കത്ത് അവൻ കളയുകയും അത് കാരണമായി അവൻ ദോഷത്തിനും നരകത്തിനും കാരണമാവുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ചയെ പേടിച്ചോളൂ മനുഷ്യന്മാരെ. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാളിറത്തൽ ബഹർ ഇദ യഅദൂന ഫിസ്സബ്ത് ഇദ തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുറഅ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. കൊരങ്ങായ ജനതയിലേക്ക് മടങ്ങാതിരിക്കുക, അല്ലാഹുവിനെ പേടിക്കുക. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്ക് തയ്യാറാവുക. എന്റെ ജോലിയായിട്ട് ഒഴിവാക്കുക. വെള്ളിയാഴ്ച പള്ളിക്ക് ഒരുങ്ങുക. അമലുകൊണ്ട്, ദീനിനെ അമലുകൊണ്ട് പരിപോഷിപ്പിക്കുക. അതിന് ആലിമീങ്ങൾ മുന്നിട്ട് നിൽക്കുക. പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം മൂത്രപ്പുര പൊളിഞ്ഞാടി നന്നാക്കലല്ല. മൂത്രപ്പുര പൊളിഞ്ഞാടി നന്നായിട്ടില്ലെങ്കിലും ആളുകൾ കുട ചൂടി മൂത്രിക്കും, അതൊന്നും പ്രശ്നമല്ല. എന്താ പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം? തേങ്ങ വലിക്കാൻ ഏത് വേലായുധനും കഴിയും. അതല്ല പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം. അള്ളാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരില്ല, അതാണ് ഉത്തരവാദിത്തം. അത് ഈ തേങ്ങൊലിക്കാരെ കൊണ്ട് നടക്കൂല. അത് തേങ്ങൊലിക്കാരെ കൊണ്ട് നടക്കാത്ത കാര്യ. മൂത്രമാത്തി എന്നാക്കലല്ല, ഇതാ ഉത്തരവാദിത്തം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യ് കൂട്ടി കെട്ടാൻ വേണ്ടി സ്വഹാബികൾ ചെന്നു. ബദറിൽ അബൂജഹലിന്റെ ഒപ്പം അബൂജഹലിന്റെ പാർട്ടിയിൽ വന്ന ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. പള്ളി കമ്മിറ്റിയാ. ഏത് പള്ളി കമ്മിറ്റി? പള്ളി കമ്മിറ്റിയാ. ആരോട് പറയണ്ട, പള്ളി കമ്മിറ്റിയാ. ഏത് പള്ളി കമ്മിറ്റി? മുശ്രിക്കീങ്ങളുടെ മസ്ജിദുൽ ഹറാമിന്റെ കമ്മിറ്റി. മനസ്സിലായില്ല? അക്കാലത്തെ കഅബാലയത്തിന്റെ പ്രധാനികളിൽ ഒരാളാണ് ആര്? അബ്ബാസ് റളിയല്ലാഹു അബൂജഹലിന്റെ ഒപ്പം ബദറിന് വരുന്നത്. ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിലും അവരെ കൂട്ടത്തിലാണ് വന്നത്. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു. നല്ല മനുഷ്യനാട്ടോ, വളരെ നല്ല മനുഷ്യനാണ്. മുസ്ലിമീങ്ങളെ മക്കയിലൊക്കെ ജയിക്കാൻ കാരണമായത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ വലിയ മഹാൻ തന്നെയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ബദറിൽ തോറ്റു മുശ്രിക്കീങ്ങൾ. അപ്പോൾ പിടിക്കപ്പെട്ടു. ആരെയും? അബ്ബാസിന്റെ കൈകൂട്ടി കെട്ടാൻ വേണ്ടി, ആമം വെക്കാൻ വേണ്ടി സ്വഹാബികൾ ചെന്നു. അപ്പോൾ പറഞ്ഞു, എന്റെ കൈ ആമം വെക്ക്, ഞാൻ കഅബാലയത്തിന്റെ കമ്മിറ്റിക്കാരനാണ്, എന്റെ കൈ കൂട്ടി കേൾക്കാൻ പറ്റൂല. അപ്പോ ആയത്തിറങ്ങി, പള്ളി കമ്മിറ്റി ആകുക എന്ന് പറഞ്ഞാല് അവിടത്തെ അടിച്ചു വരുന്ന അവിടെ വൃത്തികേട് അവിടെ ഉണ്ടോ നോക്കലല്ല. ഇന്നമായ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത വആത സക്കാ വലം യഖ്ശാ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം പേടിക്കുകയും
അങ്ങനത്തെ ഒരു ജനതയെ ഉണ്ടാക്കലാ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം, അല്ലാതെ മൂത്രമത്തി എന്നാക്കാനല്ല. ആരോട് പറഞ്ഞു? അബ്ബാസിനോട് പറഞ്ഞു. കൈ കൂട്ടിയാൻ കിട്ടി, അബ്ബാസിന്റെ കൈ കൂട്ടി അങ്ങോട്ട് കിട്ടി. ആ പള്ളി കമ്മിറ്റി എന്നുള്ള വർത്താനം ഇവിടെ പറയണ്ടാണ്. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. ഹാജിമാർക്ക് വെള്ളം കൊടുത്ത് അത്ര വലിയ വരുത്താനൊന്നുമല്ല, ഞാൻ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആളാണ്, അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അള്ളാഹ് പറഞ്ഞു. മസ്ജിദിൽ ഹറാം അതുകൊണ്ട് ജുമാ ദിവസത്തിന്റെ പവിത്രത നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാവും. അത് കമ്മിറ്റിക്കാരും ആലിമീങ്ങളും ഗൗരവമായി കണക്കിലെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ആഫിയാക്കി തരട്ടെ. അള്ളാഹു പറഞ്ഞു കേട്ടോ, ഒരു സാലിഹായ അമലാക്കണമേ റബ്ബേ, ഞങ്ങൾ ഇൽമിനെ ആഫിയാക്കണമേ തമ്പുരാനെ, ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ, ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങൾ പെടുത്തണമേ റബ്ബേ. അള്ളാഹു എന്നൊന്നേരം ഞങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കണമേ റബ്ബേ. അതുകൊണ്ട് സമൂഹത്തിന് ഒരു നന്മയുടെ ആന്തോളനം ഈ സമൂഹത്തിൽ ഉണ്ടാവണമേ തമ്പുരാന്. ഇത് നന്മ ഇവിടെ ഉണ്ടാവണമേ റബ്ബേ. തിന്മയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും, വിജയത്തിനെ തൊട്ടും തിന്മയെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും രക്ഷപ്പെടുത്തണമേ തമ്പുരാന്. സ്വാലിഹ്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അധികരിക്കണമേ തമ്പേ. മോശപ്പെട്ടവരെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും മഹല്ലത്തിനെയും എല്ലാത്തിനെയും കാത്തുരക്ഷിക്കണമേ തമ്പുരാന്. എല്ലാ മഹല്ലുകളിലും ഖൈറും സലാമത്തും തഖ്വയും ഈമാനും അഅ്മാലു സ്വാലിഹാത്തും വർദ്ധിക്കണമേ തമ്പുരാന്. അല്ലാഹുവേ രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ജന്നാത്തുൻ നഈമിന്റെ വാതിൽ എല്ലാ ഖബറിലേക്കും തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പരിപാടിക്ക് വരുന്ന എല്ലാ ആളുകൾക്കും ഇത് ഏറ്റവും വലിയ ഒരു കൊല്ലത്തെ ഏറ്റവും വലിയ നിക്ഷേപവും ബറക്കത്തും സലാഹിയത്തുമാക്കണമേ തമ്പുരാനെ. നരകം തൊടാതെ സ്വർഗം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുള്ള എല്ലാ ദോഷങ്ങളെയും മാപ്പാക്കുകയും രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ വിജയം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഞങ്ങൾ ചോദിച്ചൊക്കെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ചോദിക്കേണ്ടത് നൽകണമേ റബ്ബേ. പേടിക്കേണ്ട എല്ലാം ഒഴിവാക്കി തരണമേ റബ്ബേ. എല്ലാം ഖൈറിലും സലാമത്തുമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ കൃഷിക്കാരെ കൃഷിയിലും കച്ചവടക്കാരെ കച്ചവടത്തിലും ഉൽപ്പന്നങ്ങളും വിളവിലും ഞങ്ങളുടെ നാട്ടിലും അങ്ങാടിയിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ.